അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ നമ്മൾ ഇന്നൊരു വേറൊരു അടിപൊളി സലാത്തായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇത് കുറച്ച് വലിയ സലാത്താണ്, പക്ഷെ ഇതിൻ്റെ ശ്രേഷ്ഠത കാരണം നിങ്ങൾ നെട്ടും. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് സലാത്ത് എന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ ഉപകാരമായിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതേത് സലാത്ത് നോക്കാം. الذي ملأ أركان عرش الله العظيم وقامت به عوالم الله العظيم أن تصلي على سيدنا ومولانا محمد ذي القدر العظيم وعلى آل نبي الله العظيم بقدر عظمة ذات الله العظيم في كل لمحة ونفس عدد ما في علم الله العظيم صلاة دائمة بدوام الله العظيم تعليما لحقك يا مولانا يا محمد يا ذا الخلق العظيم وسلم عليه وعلى آله مثل ذلك واجمع بيني وبينه كما جمعت بين الروح والنفس ظاهرا وباطنا يقظة ومناما واجعله يا ربي روحا لذاتي من جميع الوجوه في الدنيا قبل الآخرة يا عظيم. ഈ സലാത്തിന്റെ ബർക്കത്ത്. സയ്യിദ് അഹ്മദ് ബിൻ ഇദ്രീസിന്റെ ഒരു ശിഷ്യൻ മക്കയിൽ വെച്ച് മരണപ്പെടുകയും ജന്നത്തുൽ മുഅല്ലയിൽ ഖബറടക്കുകയും ചെയ്തു. അന്തർദൃഷ്ടിയും പരോക്ഷ ദർശനവുമുള്ള ഒരു സഹോദരൻ ഖബറടക്കുമ്പോൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വർഗത്തിലെ ഒരു വിരിപ്പും വലിയൊരു വിളക്കുമായി അസ്രായിൽ അലൈഹിസ്സലാം വന്ന് നോക്കെത്തും ദൂരം ഖബർ വിശാലമാക്കുകയും ഈ വിരിപ്പ് വിരിച്ചു കൊടുക്കുകയും വിളക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യുന്നതായി കണ്ടു. അപ്പോൾ അയാൾ ആത്മനാദം ചെയ്തു പോയി, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ നാഥൻ ഇത്തരം ആദരവുകൾ കൊണ്ട് എന്നെ ആദരിച്ചെങ്കിൽ എത്ര നന്നായെന്നെ. അപ്പോൾ അസ്രായിൽ അലൈഹിസ്സലാം അയാളെ തിരിഞ്ഞു നോക്കി പറഞ്ഞു, ഉസ്താദ് അഹ്മദ് ബിൻ ഇദ്രീസ് റളിയല്ലാഹുവിൻ്റെ സലാത്തിനെ പതിവാക്കിയ ആളാണിത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത്തരം ആദരവുകൾ ഉണ്ടാകുന്നതാണ് ഈ സലാത്തിനെ പതിവാക്കിയാൽ എന്ന് ജാമിഉൽ കറാമത്തുൽ ഔലിയാ 1-ാം വാള്യം 572. ഈ സലാത്തിൻ്റെ ശ്രേഷ്ഠത നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയും വേറൊരു നല്ല സലാത്തായിട്ട് വരുന്നതുവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.